Good morning. Welcome to my YouTube channel Kerala PSC Technical Previous Question Papers. ഇതിൽ നമ്മൾ കേരള പി എസ് സിയുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ട്രാവൻകൂർ ടൈറ്റാനിയം ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇത് അതിൻ്റെ 9th പാർട്ടാണ്. അപ്പോൾ ഇത് 41 ക്വസ്റ്റ്യൻ നമ്പർ 41 നോക്കാം. വിച്ച് മോട്ടർ വിൽ ബി സൂറ്റബിൾ ഫോർ ട്രാക്ഷൻ ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണെന്ന് ചോദിച്ചിരുന്നത്. സീരീസ് ആണോ, ഷണ്ട് ആണോ, അല്ലെങ്കിൽ കോമ്പൗണ്ട് മോട്ടർ ആണോ, നമ്മൾ ട്രാക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ 3 ടൈപ്പ് ഓഫ് മോട്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അപ്പോൾ ആദ്യം ഷണ്ട് മോട്ടറിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത് കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും, അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്ക് മീഡിയം ആയിരിക്കും. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആവശ്യമുള്ള സ്ഥലത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതായത് ലെയ്ത്തുകൾ, സെൻട്രിഫ്യൂഗൽ പമ്പ്, മെഷീൻ ടൂൾസ്, ബ്ലോവേഴ്സ് ആൻഡ് ഫാൻസ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ്, ഇവിടെയൊക്കെയാണ് നമ്മൾ ഷണ്ട് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത്. അടുത്തത് സീരീസ് മോട്ടോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേരിയബിൾ സ്പീഡാണ്. അതായത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും കിട്ടും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാക്ഷൻ വർക്ക്, ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ്, റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റംസ്, ട്രോളീസ്, കാർസ്, ക്രെയിൻസ്, ഹോയ്സ്, കൺവെയേഴ്സിലൊക്കെയാണ് നമ്മൾ സീരീസ് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും വേരിയബിൾ സ്പീഡ് എടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എലിവേറ്റേഴ്സ്, കൺവെയേഴ്സ്, ഹെവി പ്ലെയിനേഴ്സ്, റോളിംഗ് മിൽസ്, പഞ്ചസ്, ഷിയേഴ്സിലൊക്കെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സീരീസ് മോട്ടോഴ്സാണ് നമ്മൾ ട്രാക്ഷൻ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടർ. അപ്പോൾ അതുകൊണ്ട് 41 ക്വസ്റ്റ്യൻ നമ്പർ 41ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ, DC സീരീസ് മോട്ടർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 42. വെൻ 2 spur gears having invalid profiles on their tooth engage, the line of action is tangential to. അപ്പോൾ 2 സ്പർ ഗിയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്തിന് ടാൻജൻഷ്യലായിരിക്കും, ഏത് സർക്കിളിന് ടാൻജൻഷ്യലായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്. പിന്നെ ആൻസർ നോക്കാം. അപ്പോൾ ഇതാണ് 2 ഗിയേഴ്സ് എൻഗേജ് ചെയ്യുമ്പോൾ ഉള്ള ഡയഗ്രാം. അപ്പോൾ ഇതിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് സർക്കിൾസ് കാണാൻ പറ്റും. ഒരു ഇൻസൈഡ് ഒരു പിച്ച് സർക്കിള്, ഒരു ബേസ് സർക്കിള്, അങ്ങനെ 2 സർക്കിള്. ഇനി അതിൻ്റെ ഇടയിൽ ഒരു അഡൻഡത്തിൻ്റെ സർക്കിൾ, ഒരു ഡിഡൻഡത്തിൻ്റെ സർക്കിളും ഉണ്ടാവും. പിന്നെ 4 സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ അഡൻഡൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടറായിട്ടുള്ള സർക്കിളിനെ നമ്മൾ അഡൻഡം എന്ന് പറയുന്നത്. അപ്പോൾ ആ അഡൻഡം എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ പിച്ച് സർക്കിളും ഔട്ടർ റേഡിയസുമായിട്ടുള്ള തിക്നെസ്സിനെ നമ്മൾ അഡൻഡം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ പോകുന്ന അഡൻഡം സർക്കിൾ. അപ്പോൾ ഇതാണ് പിച്ച് സർക്കിളായിട്ട് വരുന്നത്. അപ്പോൾ ഈ പിച്ച് സർക്കിളിൻ്റെ അടിയിൽ പിന്നെ ഡിഡൻഡം ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ പിച്ച് സർക്കിളിൻ്റെ ഡിഡൻഡിൻ്റെ ഇടയിലുള്ള ഇതിന് ഇതിനെ നമ്മൾ ആ ഒരു സ്പേസ് നമ്മൾ ഡിഡൻഡം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെയും അടിയിലാണ് ബേസ് സർക്കിൾ. അപ്പോൾ ഈ ബേസ് സർക്കിളിൽ ആണ് ഇങ്ങനെ പോകുന്നത്. അതേപോലെ അപ്പോൾ ഈ ബേസ് സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ബേസ് സർക്കിളിന് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇവിടെ കാണുന്ന പോലെ ഇതാണ് ബേസ് സർക്കിൾ. അപ്പോൾ ഈ ബേസ് സർക്കിളിന് പാരലായിട്ടാണ്, ബേസ് സർക്കിളിന് ടാൻജൻ്റ് ആയിട്ടാണ് ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ ലൈൻ ഓഫ് ആക്ഷൻ ഇവിടുത്തെ ഈ 2 ഇതിൻ്റെയും ബേസ് സർക്കിളിന് ടാൻജൻ്റ് ആയിട്ടാണ് പോകുന്നത്. അതേസമയം ഇതിൻ്റെ സർക്കുലർ പിച്ചിന് കോമൺ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അത് പാരലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബേസ് സർക്കിളിന് ടാൻജൻ്റ് ആയിട്ടാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നത് 2 ഗിയേഴ്സ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 42ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബേസ് സർക്കിൾ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 43 പോവാം. ക്രൗണിങ് ഓഫ് പുള്ളീസ് ഇസ് ജനറലി ഡൺ. ക്രൗണിങ് ഓഫ് പുള്ളീസ് എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. ക്രൗണിങ് ഓഫ് പുള്ളീസ് എന്താണെന്ന് നോക്കാം. ക്രൗണിങ് ഓഫ് പുള്ളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുള്ളീസ് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഫേസ് പുള്ളിയാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ഫേസ് പുള്ളിയിൽ എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കും ഈ എഡ്ജസ്. അതേസമയം ക്രൗണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കോൺവെക്സ് ക്രൗൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്രൗണിങ് ആയിരിക്കും, കോൺകേവ് ക്രൗൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്രൗണിങ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അതിന് കോൺകേവ് ക്രൗൺ എന്ന് പറയും പുള്ളിയിൽ. അല്ലെ സ്ട്രെയിറ്റ് ടേപ്പറും സ്ട്രെയിറ്റും വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ സ്ട്രെയിറ്റ് ടേപ്പർ വിത്ത് സെൻറ്റർ ഫ്ലാറ്റ് എന്ന് പറയും.
അല്ലെങ്കിൽ വെറും സ്ട്രെയിറ്റ് ടേപ്പർ എന്ന് പറയുമ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ടേപ്പർ പുള്ളീസ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ പുള്ളിയുടെ ഷേപ്പ് ഇങ്ങനെ മാറ്റി തന്നെ നമ്മൾ ക്രൗണ്ട് പുള്ളീസ് എന്ന് പറയുന്നത്. ഈ ക്രൗണ്ട് പുള്ളീസ് ചെയ്തുള്ള ഗുണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്രൗണ്ട് പുള്ളീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെൽറ്റ് സ്ലിപ്പ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ 43 ക്വസ്റ്റ്യൻ 43യുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ടു പ്രിവെൻറ്റ് ദി ബെൽറ്റ് ഫ്രം റണ്ണിങ് ഓഫ് ദി പുള്ളി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 44. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 10 meter carrying a load of 500 Newton at the mid span will have a maximum bending moment of. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അതിൻ്റെ നടുക്ക് ഒരു 500 Newton അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഈ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻസ് നോക്കാം. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ബീംസ് ഉണ്ട്. കാൻഡിലിവർ ആവാം, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ആവാം. അപ്പോൾ ഈ കാൻഡിലിവർ ബീം ആവുമ്പോൾ അതിൻ്റെ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് 6 കണ്ടീഷൻസ് വരും. ഇപ്പോൾ ഈ കാണുന്ന പോലെ കാൻഡിലിവർ ബീമിൽ ഒരു സൈഡിൽ ബെൻഡിങ് മൊമെൻ്റ് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ എം ആണ്. അതേസമയം അതേ കാൻഡിലിവർ തന്നെ ഒരു സൈഡിൽ ഈ കാണുന്ന പോലെ ഒരു ലോഡ് അതിൻ്റെ എൻഡിൽ മാത്രം ആക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ W/L ആണ്. അതേപോലെ തന്നെ ഒരു കാൻഡിലിവറിൻ്റെ കണ്ടിന്യൂസ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ WL²/2. അതേ കാൻഡിലിവറിൻ്റെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ WL²/6. ഇനി നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുക്കുകയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ നടുക്ക് ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ WL/4. അതേപോലെ തന്നെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കണ്ടിന്യൂസ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ WL²/8. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നടുക്ക് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് WL/4 ആണ്. W എന്ന് പറയുന്നത് ലോഡ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്. അപ്പോൾ WL/4 ചെയ്യുമ്പോൾ നമുക്കിവിടെ ഉള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 10 meter ആണ്. ഈ ലോഡ് എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 500 × 10 ചെയ്യുമ്പോൾ 5000 വരും. 5000/4 ചെയ്യുമ്പോൾ 1250 വരും. അപ്പോൾ 1250 ആണ് ആൻസർ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1250 Nm. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 500 × 10/4 WL/4 ആണ് ഇക്വേഷൻ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 45. The diameter of shaft is increased from 50 mm to 100 mm. All other conditions remaining unchanged. How many times the torque carrying capacity increases? ഒരു ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 50 mm നിന്ന് 100 mm വേറെ ഒരു ചേഞ്ചസും വരുത്തുന്നില്ല, വേറെ ഒരു ക്യാരക്ടറിസും ചേഞ്ച് വരുത്തുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി എന്തോരം കൂടുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഇക്വേഷൻ നോക്കാം. ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഇക്വേഷൻ ടോ ഇൻറ്റു π/16 × d³ ആണ്. അപ്പോൾ ഡി ആണ് നമ്മളിവിടെ ചേഞ്ച് വരുത്തേക്കുന്നത്. ചേഞ്ച് 2 times ആക്കുകയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 50 mm നിന്ന് 100 mm ആക്കുന്നു. അപ്പോൾ 2 times കൂട്ടി. അപ്പോൾ 2 times കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി 2 times കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം ടോർക്ക് എന്തോരം കൂടുകയെന്നാണ് ചോദിക്കുന്നത്. ഡി 2 times ആണെങ്കിൽ d³ എടുക്കുമ്പോൾ 2 × 2 × 2 8 times ആണ്. അപ്പോൾ 8 times ടോർക്ക് കൂടും. അപ്പോൾ 45th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 8 times. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കണ ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ കാണുന്ന PSC എംബ്ലം ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.